ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ റിലീസായ സമയത്ത് തന്നെ ഇതിൻ്റെ 3-4 ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷമോ അതിന് മുന്നോടിയായിട്ടോ തന്നെ ആ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോകളും കാണാനായി ശ്രമിക്കുക. കൂടാതെ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോയിലറായി പോകേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള വ്യക്തിയാണെന്ന് ഉറപ്പിക്കാനും ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ ആ ദൈവഗണങ്ങളെ പറ്റി പറയുന്ന സമയത്ത് 3 ദൈവഗണങ്ങളെ പറ്റി അവിടെ കാണിക്കുന്നുണ്ട്. നന്ദികോണ എന്ന കാളയുടെ രൂപത്തിലുള്ള ദൈവഗണത്തെയും പഞ്ചുർളി എന്ന കാട്ടുപന്നിയുടെ രൂപത്തിലുള്ളതും രൂപമില്ലാത്ത അവസ്ഥയിൽ ഗുളികനെയും കാണിക്കുന്നുണ്ട്. ഈ 3 ഗണങ്ങളെയും തീ ഗോളങ്ങളെ പോലെയാണ് കാണിച്ചു പോകുന്നത്. കാരണം ദൈവഗണങ്ങൾ ഭൂമിയിലേക്ക് തീ ഗോളങ്ങളെ പോലെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പഞ്ചുർളി ഒരു മലയുടെ മുകളിൽ നിന്നും കൈലാസത്തിൽ നിന്നും വരുന്നത് പോലെയും ഗുളികൻ ആകാശത്ത് നിന്നും, ഗുളികൻ ശനിഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആകാശത്ത് നിന്നും വരുന്നത് പോലെയുമാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. 2, ഇതിനുശേഷം ആ ഒരു രാജാവ് മായാരൂപനുമായി കാന്താരയിൽ എത്തുന്ന സമയത്ത് രാജാവിനെയും ആ പടയാളികളെയും എല്ലാം നശിപ്പിക്കാൻ പോകുന്ന സീനിൽ ആദ്യം കാണിച്ചിട്ടുള്ള ആ 3 ഗണങ്ങളുടെയും സാന്നിധ്യം അവിടെ കാണാം. ആ മരം പോലെ പഞ്ചുർളി വരുന്നതായിട്ടും അതിനുശേഷം നന്ദികോണ എന്ന കാളകൾ വന്ന് പടയാളികളെയെല്ലാം തോൽപ്പിക്കുന്നതായിട്ടും ശേഷം രൂപമില്ലാത്ത അവസ്ഥയിൽ ഗുളികൻ വന്നുകൊണ്ട് രാജാവിനെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. കാന്താരയുടെ ഈ ചിത്രമാണെങ്കിലും ഇതിനു മുന്നേ ഇറങ്ങിയ ചിത്രത്തിലാണെങ്കിലും ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിന്റെ ദേഹത്ത് കേറുന്നതായി കാണിക്കുന്നത് ഗുളികനാണ്. ഗുളികൻ അല്ലാതെ ചാമുണ്ടിയെല്ലാം കേറുന്നുണ്ടെങ്കിൽ കൂടി പ്രധാനമായും കേറുന്നതായി കാണിക്കുന്നത് ഈ ഗുളികനാണ്. ഇതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ 3 ഗണങ്ങളെ പറ്റി പറയുമ്പോൾ കൃത്യമായി ഗുളികനെ പറ്റി പറയുന്ന സമയത്താണ് ഋഷഭ് ഷെട്ടിയുടെ പേരെഴുതി കാണിക്കുന്നതെന്ന് കാണാം. മറ്റൊന്ന്, കാന്താരയിലുള്ള ആൾക്കാർക്ക് ആ ഒരു കല്ല് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് രാജാവ് വന്നുകൊണ്ട് ഇവരെയെല്ലാം പിടിച്ചുകൊണ്ടു പോകുന്നതായും ഇവരിൽ കുറെ ആൾക്കാരെ കൊല്ലുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയം രാജാവ് ഈ ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി കാന്താരയിൽ അടിമയാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം ഈ രാജാവിന്റെ മരണസമയത്ത് ഇതേ വ്യക്തി തന്നെ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ആദ്യം കണ്ടപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പിന്നീട് ഇവിടെ കാണിക്കുന്ന ഇയാൾ ജബ്ബണ്ണ എന്ന ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും സിനിമയുടെ ഇടയ്ക്ക് വെച്ച് ജബ്ബണ്ണ പറയുന്ന ഒരു ഡയലോഗ് ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിന്റെ കാര്യം മനസ്സിലായത്. അതായത് കൊട്ടാരത്തിലുള്ള ആൾക്കാർ വേട്ടയ്ക്കായി കാന്താരയിലേക്ക് എത്തുകയും അവിടെയുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് ഇവർ കാന്താരയിൽ എത്തുന്ന സമയത്ത് ജബ്ബണ്ണ പറയുന്നുണ്ട്, ഒന്ന് കാൽവരൽ മുറിഞ്ഞപ്പോ നമ്മുടെ ആളുകളെ അവിടെ വിട്ടിട്ട് വന്ന ആളാ, അങ്ങേരെന്ത് തരും തരാനാ? കണ്ടിട്ട് വന്നതല്ല, പേടിച്ച് ഓടി വന്നതാ. സോ അതിന്റെ അർത്ഥം ജബ്ബണ്ണയെ പണ്ട് ഇവർ പിടിച്ചുകൊണ്ട് പോയിരുന്നതാണ്. എന്നാൽ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് ജബ്ബണ്ണ തിരിച്ച് ഇവിടേക്ക് എത്തിയതാണ്. അവർ അടിമയാക്കിയതിനു ശേഷം എത്തരത്തിലെങ്കിലും രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നതാകാം. അല്ലെങ്കിൽ മായാരൂപൻ ഒരുപക്ഷെ ജബ്ബണ്ണയെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിച്ച് തിരികെ കൊണ്ടുവന്നതാകാം. അതുകൊണ്ടാണ് അയാളുടെ മുഖത്ത് ആ പാടെല്ലാം ഈ സീനുകളിൽ കാണുന്നത്. സോ ഇതിവർക്ക് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് അല്ല, അതൊരു പെർഫെക്റ്റ് ഡീറ്റെയിൽ ആണ്. മറ്റൊന്ന്, ഈ കടപ്പാദിക്കിലുള്ളവരെ മഹിഷാസുരനുമായി കണക്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് പോത്തിന്റെ തലയുള്ള രാക്ഷസന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു സ്ഥലം കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ പോത്തിന്റെ കൊമ്പുകളും മറ്റും അവിടെ വെച്ചിരിക്കുന്നതായും ഇവരുടെ ആയുധങ്ങളിലും മറ്റും ഇത്തരത്തിൽ പല മൃഗങ്ങളുടെയും കൊമ്പുകളും മറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും കാണാം. അതിൽ തന്നെ ഇന്റർവെൽ സമയത്ത് ആ ഒരു പുലിദൈവം വന്ന് കൊല്ലുന്ന ഇയാളാണ് ഏകദേശം മഹിഷാസുരനായി വരുന്നത്. കാരണം മഹിഷാസുരന്റെ കഥയിൽ മഹിഷാസുരനും അയാളുടെ അച്ഛനും ആ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ രാക്ഷസന്മാരാണ്. എന്നാൽ മഹിഷാസുരന്റെ അമ്മ മാത്രം മുന്നേ ഒരു രാജകുമാരി ആയിരുന്നുവെന്നും ഒരു ശാപം കിട്ടിയതുകൊണ്ട് ഇവരുടെ കൂടെ എത്തിപ്പെട്ടതാണെന്നുമാണ് പറയുന്നത്. സോ ഇയാളുടെ അച്ഛനെയും മറ്റുള്ള എല്ലാവരെയും നോക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ രാക്ഷസന്മാരെ പോലെ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇയാളുടെ അമ്മ എന്ന് പറയുന്നത് കൊട്ടാരത്തിലാണ് കഴിയുന്നത്. അതായത് കനകാവതിക്ക് മുലപ്പാൽ കൊടുക്കാൻ വന്നത് മുതൽ ആ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ മാത്രം നല്ല ഡ്രസ്സെല്ലാം ധരിച്ച് ആഭരണങ്ങളെല്ലാം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണിക്കുന്നത്. സോ ഇത് ഈ ഒരു മഹിഷാസുരന്റെ അമ്മ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജകുമാരിയായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ശാപം കിട്ടിയത് കൊണ്ടാണ് മഹിഷി രാക്ഷസിയായി മാറി എന്ന് പറയുന്നത് പോലെ ആ ഒരു ശാപത്തെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ ഒരു സ്ത്രീയുടെ ഒരു ഭാഗത്ത് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരിക്കുന്നത്. കൂടാതെ മഹിഷാസുരന്റെ കഥയിൽ പാർവതി ദേവി മറ്റൊരു രൂപത്തിൽ വന്നുകൊണ്ട് മഹിഷാസുരനെ കൊന്നുവെന്നാണ് പറയുന്നത്. ഇവിടെയും അതേപോലെ ഈ മഹിഷാസുരനായിട്ടുള്ള ഇയാളെ പാർവതി ദേവിയുടെ വാഹനം പുലി വന്നുകൊണ്ട് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാന്താരയിലുള്ളവർ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണെങ്കിൽ അതേ ദൈവങ്ങളെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കടപ്പാദിക്കിലുള്ളവരെന്ന് പറയുന്നുണ്ട്.
ഇതുകൊണ്ട് തന്നെ കാന്താരയിലുള്ളവരുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കടപ്പ ദിക്കിലുള്ളവരെ കാണിച്ചിരിക്കുന്നത്. അതായത് കാന്താരയിലുള്ളവർ മൃഗങ്ങളെ വേട്ടയാടുന്നത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്ത സമയത്ത് ഈ പുലിയെയും കാട്ടുപന്നിയെയും കാളയുമെല്ലാം അവർ ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. എന്നാൽ കടപ്പ ദിക്കിലുള്ളവർ ഭക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ആയുധങ്ങൾ ഉണ്ടാക്കാനും ആഭിചാര ക്രിയകൾക്കുമെല്ലാം ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുകയാണ്, നിഷ്കരണം കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കടപ്പ ദിക്കിലുള്ളവരുടെ സാന്നിധ്യം ആ ഒരു സ്ഥലത്തേക്കെല്ലാം എത്തുന്ന സമയത്ത് പല മൃഗങ്ങളും ചത്തുപോകുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഈ കടപ്പ ദിക്കിലുള്ളവരെ പൂർണ്ണമായിട്ടും ഇരുട്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇന്റർവൽ സീനിലെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ കാന്താരയിലുള്ളവർ വെളിച്ചത്തിന്റെ സഹായം ആ ഒരു സീനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഇരുട്ടിൽ പോലും കടപ്പ ദിക്കിലുള്ളവർ വെളിച്ചത്തിന്റെ സഹായം തേടുന്നില്ല എന്നും പൂർണ്ണമായിട്ടും ഇരുട്ടിൽ തന്നെയാണ് അവർ നിൽക്കുന്നതെന്നും ഫൈറ്റ് ചെയ്യുന്നതെന്നും എല്ലാം കാണാം. കൂടാതെ ഇവരിങ്ങനെ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാകാം ഇവരുടെ കൂടെയുള്ള ആ കുട്ടി തേവാങ്ങുകൾ പലപ്പോഴും ആ വെളിച്ചം വന്ന് കെടുത്തുന്നതായി കാണിക്കുന്നതും. ഇതേപോലെ ബാങ്ക്രയിലുള്ളവരും കടപ്പ ദിക്കിലുള്ളവരും തമ്മിൽ ചില സിമിലാരിറ്റികളുണ്ട്. അതായത് കാന്താരയിലുള്ളവർ ആരെയും തന്നെ അടിമകളാക്കി വെക്കുന്നതേയില്ല. എന്നാൽ ബാങ്ക്രയിലുള്ളവർ മനുഷ്യരെ തന്നെ അടിമകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കടപ്പ ദിക്കിലുള്ളവരാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു അവർ മഹിഷാസുരന്റെ ആളുകളെ പോലെയാണെന്ന്. അതുകൊണ്ട് അവർ മൃഗങ്ങളാണ്. സോ മൃഗങ്ങളായിട്ടുള്ള അവർ തന്നെ മൃഗങ്ങളെ തന്നെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതായിട്ടാണ് കാണുന്നത്. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ബെർമി ആ കിണറ്റിലേക്ക് ചാടുമ്പോഴാണ് ഗംഗ ഒഴുകി വന്ന് സഹായിക്കുന്നത് പോലെ കാണിക്കുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ തുടക്കത്തിൽ ബെർമിയെ ആ കിണറ്റിൽ നിന്ന് കിട്ടുന്നു എന്ന് കാണിക്കുന്ന സീനിൽ തന്നെ ഗംഗ ഒഴുകുന്ന ആ ചാല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷോട്ടിൽ അവിടെ ഗംഗ ഒഴുകുന്നതായി കാണിക്കുന്നില്ല, പകരം അവിടെ പാർവതി ദേവിയുടെ പുലി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം പുലി അവിടെ നിന്ന് പോയതിനു ശേഷം ബെർമിയുടെ അമ്മ വന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഗംഗ ഒഴുകുന്നതായി നമുക്ക് കാണാം. ഈ സിനിമയിലെ ബാങ്ക്രയിലെ രാജാവിനെയും മറ്റും കാണിക്കുന്ന സമയത്ത് അവരുടെ ചിഹ്നമായി ഒരു ചന്ദ്രക്കലയും വട്ടവും നമുക്ക് കാണാം. ഈ യൂണിവേഴ്സിലെ ആദ്യ ചിത്രത്തിലെ രാജാവിനെ കാണിക്കുന്ന സമയത്തും അവിടെയും ഈ സെയിം ചിഹ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും കാണാം. അതിൽ നിന്നും ഈ ബാങ്ക്ര എന്ന രാജവംശത്തിന്റെ പരമ്പരയിലുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു ആദ്യ സിനിമയിൽ നമ്മൾ കണ്ടതെന്ന് മനസ്സിലാക്കാം. കുലശേഖരന്റെ കിരീടധാരണം നടക്കുന്ന സമയത്ത് ആ കിരീടത്തിലായി 1-2 രൂപങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന് ഒരു സ്ത്രീയോ ഒരു ദേവിയോ മറ്റോ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരുന്നത്. സോ പിന്നീട് കനകാവതി ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് സെയിമായി ആ കിരീടത്തിൽ കൊടുത്തിരുന്ന അതേ അവസ്ഥയിൽ തന്നെ കാൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. ഈ ഇരുത്തത്തെ ലളിതാസന അല്ലെങ്കിൽ ഒരു രാജകീയമായിട്ടുള്ള ഇരുത്തമെന്നെല്ലാമാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഒരേ സമയം ആത്മനിയന്ത്രണത്തിലും കൂടാതെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ള അർത്ഥത്തിലെല്ലാമാണ് കണക്കാക്കുന്നത്. ശിവനും പാർവതിയും എല്ലാം പലപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതായി കാണുന്നുണ്ട്. സോ ഈ ഒരു സീനിൽ കനകാവതിയും അങ്ങനെ താനാണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നൊരു അവസ്ഥയിലേക്ക് എത്തി, ദൈവങ്ങളെക്കാട്ടിലുമെല്ലാം മുകളിലേക്ക് എത്തി എന്ന് കാണിക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ ഇരിക്കുന്നതായി കാണിച്ചത്. ഈ കനകാവതിയെ ഒരു തേനീച്ച കുത്താൻ വരുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. ആ സമയം ഈ കനകാവതി ഒരു രാജകുമാരി ആയതുകൊണ്ട് ഒരു റാണി തേനീച്ച തന്നെയാണ് അങ്ങോട്ടേക്ക് കുത്താൻ വരുന്നതെന്ന് കാണാം. പിന്നീട് ഈ റാണി തേനീച്ച അവിടെ നിന്നും പോകുന്ന സമയത്ത് രാജ്ഞിയുടെ പുറകെ പരിവാരങ്ങൾ പോകുന്നത് പോലെ ആ റാണി തേനീച്ചയുടെ പിന്നാലെ ജോലിക്കാരായിട്ടുള്ള തേനീച്ചകൾ പോകുന്നതായും കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഇങ്ങനെ തേനീച്ചയെ കൊണ്ട് തന്നെ ഈ സീൻ കാണിച്ചതിന്റെ അർത്ഥം പകരം കടന്നലിനെയോ ഒന്നും കാണിക്കാതിരുന്നതിന് കാരണം ഈ തേനീച്ച എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് മധുരം പകരുന്ന തേൻ നൽകാൻ കഴിവുള്ളതും അതോടൊപ്പം നമ്മളെ കുത്തി മുറിവേൽപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയുന്ന വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ്. സോ ഈ കനകാവതി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരേ സമയം നല്ലവളാണെന്ന് കാണിക്കുകയും എന്നാൽ ദുഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ്. സോ ഇതുകൊണ്ടാണ് കനകാവതിയെ സൂചിപ്പിക്കാൻ എന്ന വണ്ണം അവിടെ തേനീച്ചകളെ തന്നെ യൂസ് ചെയ്തത്. ബർമിയുടെ ദേഹത്ത് ഗുളികൻ കയറിയതിനു ശേഷം അയാൾ ഗുളികന്റെ പല ഫോമിലേക്ക് മാറുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. സോ ഈ സീനിൽ തന്നെ ബർമി ഒരാളെ കൊന്നതിനു ശേഷം ആ ഗുഹയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയം ഗുഹയ്ക്കുള്ളിൽ നിന്നും അയാളെ കടിച്ചു കീറുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഇത് ഗുഹയ്ക്കുള്ളിലുള്ള ബ്രഹ്മരക്ഷസ് അയാളുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഗുളികൻ ഇട്ടുകൊടുക്കുന്ന ആൾക്കാരെ കടിച്ചു കീറുന്നതിന്റെ ശബ്ദമാണ്. കുലശേഖരന്റെ മരണശേഷം അവിടേക്ക് എത്തുന്ന രാജശേഖരൻ ആ വാളെടുത്തുകൊണ്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാളെ വെട്ടിക്കൊല്ലുന്നതായി കാണാം. സോ ഇതാരാണെന്ന് എടുത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയത് കുലശേഖരന്റെ കൂടെ നിൽക്കുന്ന അയാൾക്ക് ആഹാരമെല്ലാം വെച്ചു കൊടുക്കുന്ന ഈ ഒരാളാകാം. കാരണം അയാളുടെ വേഷവും ഇയാളുടെ വേഷവുമെല്ലാം സിമിലർ ആയി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കുലശേഖരൻ പറഞ്ഞതനുസരിച്ച് കുലശേഖരന്റെ കൂടെ ഉണ്ടായിരുന്ന ഇയാളാകും രാജശേഖരന്റെ ഭക്ഷണത്തിൽ ആ ഒരു മയക്കുമരുന്ന് കലർത്തിയത്. അതുകൊണ്ടാണല്ലോ രാജശേഖരൻ മയങ്ങിപ്പോകുന്നതും ആ സമയത്ത് കുലശേഖരൻ കാന്താരയിലേക്ക് പോയി മരണപ്പെടുന്നതും. സോ ആ ഒരു ദേഷ്യത്തിലാകാം കുലശേഖരന്റെ കൂടെ നിന്നിരുന്ന അയാളുടെ സഹായിയായിട്ടുള്ള ഇയാളെ രാജശേഖരൻ കൊന്നുകളയുന്നത്.
ബർമിയുടെ അമ്മ വൈദ്യയെ കാണിക്കുന്ന സമയത്ത് കഴുത്തിൽ ഒരു മാല കിടക്കുന്നതായി കാണാം. അമ്മയുടെ മരണശേഷം ബർമി ഈ മാല കയ്യിൽ പിടിച്ചിരിക്കുന്നതായി കാണാം. സോ ഇതിന് ശേഷം വരുന്ന സീനുകൾ നോക്കുകയാണെങ്കിൽ അമ്മയുടെ ഓർമ്മയ്ക്കെന്നതുപോലെ ബർമി ആ മാല തന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതായും കാണാം. അടുത്തത്, കനകാവതി വന്നുകൊണ്ട് ആ ദൈവങ്ങളെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ ഒരാളുടെ ദേഹത്ത് പഞ്ചുരുളി കയറുകയും അയാൾ കുറെ കാര്യങ്ങൾ പറയുകയും ഇവർ ഈ ദൈവങ്ങളെയെല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മായാരൂപൻ വന്നുകൊണ്ട് രാജശേഖരനോട് അധർമ്മം ചെയ്യാൻ നീ ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. സോ ദൈവങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാനായി ദൈവങ്ങൾ സമ്മതിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. സോ ഇതിന് കാരണം ആ ഒരു പഞ്ചുരുളി കയറി ഒരാൾ തുള്ളുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, അവിടുത്തെ ആൾക്കാർ വിളിച്ചിട്ടോ രാജാവ് വിളിച്ചിട്ടോ ഒന്നും തന്നെയല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്, ഉള്ളയ്യ വിളിച്ചിട്ടാണെന്ന്. ഈ ഉള്ളയ്യ എന്നത് തുളു ഭാഷയിൽ പറയുന്നത് ദൈവങ്ങളുടെ എല്ലാം ടോപ്പിൽ നിൽക്കുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അവിടെയുള്ള പരമശിവൻ വിളിച്ചിട്ടാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലാതെ രാജാവ് വിളിച്ചിട്ടോ അവിടെയുള്ള ജനങ്ങൾ വിളിച്ചിട്ടോ അല്ല എന്നാണ് പറയുന്നത്. കൂടാതെ എനിക്കും ഉള്ളയ്യയ്ക്കും ഇടയിൽ കുറെ രഹസ്യങ്ങളുണ്ട്, അത് ഞങ്ങൾക്കിടയിൽ തന്നെ നിൽക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് ഈ ഒരു പഞ്ചുരുളിയും അവിടെയുള്ള ശിവലിംഗം അല്ലെങ്കിൽ ആ ഒരു ശിവനുമായിട്ട് കുറെ രഹസ്യങ്ങളുണ്ട്, അത് ഇവർക്കിടയിൽ തന്നെ നിൽക്കും, ഇതെല്ലാം കൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ദൈവഗണങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. ദൈവങ്ങൾക്ക് അറിയാം ഇവർ ദുഷ്ടരാണ് എങ്കിൽ പോലും ഈ ദൈവഗണങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ചെല്ലേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പോയാൽ മാത്രമേ ബാക്കി നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ള ബർമയുടെ അവതാര ലക്ഷ്യമെല്ലാം നടന്ന് ആ ദുഷ്ടശക്തികളെല്ലാം നിഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവഗണങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായി തീരുമാനിക്കുന്നത്. സിനിമയുടെ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന സമയത്താണ് കനകാവതി എന്ന ക്യാരക്ടർ വില്ലനായിരുന്നു എന്ന്, ഒരു ദുഷ്ടയായിരുന്നു എന്നെല്ലാം കാണിക്കുന്നത്. എന്നാൽ ബ്രഹ്മകലശം എന്ന ആ ഒരു പാട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ കനകാവതിയുടെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ പാട്ടിന്റെ ഇടയ്ക്ക് കാന്താരയിൽ നിന്ന് വന്നവർക്ക് ഡ്രസ്സ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആ സമയം ആ ഡ്രസ്സ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് കനകാവതി ചിരിക്കുന്നതായും തിരിഞ്ഞു വരുന്ന സമയത്ത് ആ ചിരി മുഖത്തു നിന്ന് മാറുന്നതായും കാണാം. അതായത് ഏകദേശം വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി ചിരിക്കുന്നത് പോലെയാണ് ആ സമയങ്ങളിൽ കനകാവതിയുടെ എക്സ്പ്രഷൻ. കൂടാതെ ആ പാട്ടിനിടയിൽ തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ആഹാരം കൊടുക്കുമ്പോൾ കാന്താരയിലുള്ള ആൾക്കാരെ വളരെ ദൂരത്ത് നിർത്തിക്കൊണ്ടാണ് ആഹാരം കൊടുക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ആ അമ്പലത്തിന്റെ ആ ഒരു ചുറ്റുമതിലിന് അകത്തായി പ്രമാണിമാരെയും അവരുടെ കുടുംബത്തെയും എല്ലാമാണ് ഇരുത്തിയിരിക്കുന്നതെന്നും ബാക്കി ആ ബാങ്ക്രയിലുള്ള സാധാ ജനങ്ങളെ വരെ ആ ഒരു ചുറ്റുമതിലിന് പുറത്തിരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും കാണാം. ഇന്റർവെല്ലിന് ശേഷം വരുന്ന സീനുകളിൽ കടപ്പ ദിക്കിലുള്ളവർ കാന്താരയിലേക്ക് പണ്ട് കാലത്ത് വന്നിരുന്ന ചില കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് കടപ്പാതിക്കലുള്ളവർ ആഭിചാര ക്രിയകളും മറ്റും നടത്തുന്ന സമയത്ത് ചന്ദ്രൻ ചുവന്ന നിറത്തിലേക്ക് മാറിയിരിക്കുന്നതായും പുലിദൈവം വന്നുകൊണ്ട് അവരുടെ നേതാവിനെ കൊന്നുകൊണ്ട് പോകുമ്പോൾ ആ ചുവപ്പിൽ നിന്നും വെള്ള നിറത്തിലേക്ക് പഴയ അവസ്ഥയിലേക്ക് ചന്ദ്രൻ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ സിനിമയുടെ അവസാന ഭാഗത്തും കാണുന്നത്. ആ സമയത്ത് കനകാവതിയും കടപ്പാതിക്കലുള്ളവരും ചേർന്നുകൊണ്ട് ഇത്തരം ദുർമന്ത്രവാദങ്ങളും മറ്റും നടത്തുമ്പോൾ പെട്ടെന്ന് ചന്ദ്രൻ ചുവന്ന നിറത്തിലേക്ക് മാറിയിരിക്കുന്നതായും സിനിമയുടെ ഏറ്റവും ഒടുവിൽ ഗുളികനായി വരികയും പിന്നീട് ഗുളികൻ ചാമുണ്ടിയായി മാറുകയും ചെയ്തതിനു ശേഷം കനകാവതിയെയും രാജശേഖരനെയും എല്ലാം കൊന്നതിന് ശേഷം ആ ചുവപ്പ് നിറമെല്ലാം മാറി വീണ്ടും പ്രകാശം തെളിയുന്നതായി കാണാം. മറ്റൊന്ന്, കുലശേഖരന്റെ മരണശേഷം ജയറാം ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ കൂടെ കുലശേഖരന്റെ മകൾ എപ്പോഴും ഇരിക്കുന്നതായി കാണാം. സോ ഇതിലൂടെ എനിക്ക് തോന്നിയത് ഇനി വരുന്ന സിനിമയിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളത് ഈ ഒരു കൊച്ചു പെൺകുട്ടി വളർന്ന് വലുതായി കനകാവതിയെ പോലെ ഒരു വില്ലത്തിയായി മാറുന്നതും കാന്താരയിലുള്ളവർക്കെതിരെ പ്രവർത്തിക്കുന്നതുമാകാം. കാരണം അവൾ രാജശേഖരന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നിരിക്കുന്നത് കൊണ്ട് കനകാവതി മുത്തച്ഛനെല്ലാം വേണ്ടി യുദ്ധം ചെയ്തതുപോലെ ഈ പെൺകുട്ടി അച്ഛനും മുത്തച്ഛനും എല്ലാം വേണ്ടി പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. അവസാന ഫൈറ്റ് സീനിൽ രാജശേഖരനും കനകാവതിയും അങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ വെള്ളക്കുതിരകളെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ബർമി ആ സമയം കറുത്ത കുതിരപ്പുറത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവസാന ഫൈറ്റിലേക്ക് ഗുളികൻ കയറി വരുന്ന ബർമി ഗുളികനിൽ നിന്നും ചാമുണ്ടിയായി മാറുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം ചാമുണ്ടി സംസാരിക്കുന്ന സമയത്ത് ഗുളികനിൽ നിന്നും ചാമുണ്ടിയായി മാറുന്നത് കൊണ്ട് തന്നെ രണ്ട് ശബ്ദങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഇതിനു ശേഷമാണ് പൂർണ്ണമായും ഒരു സ്ത്രീയുടെ ശബ്ദത്തിലേക്ക്, ചാമുണ്ടിയുടെ ശബ്ദത്തിലേക്ക് മാറുന്നത്.
പിന്നീട് സിനിമയുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് മായാരൂപൻ പറയുന്നത് പോലെ ബർമിയുടെ ജന്മലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം ഗുളികനിൽ കൂടിയുള്ള ബർമിയുടെ ആ ഒരു ജന്മലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം ഗുളികൻ ആ നാട്ടുകാരെയെല്ലാം പഞ്ചുർലിയെ ഏൽപ്പിക്കുകയും പിന്നീട് ഗുളികൻ വരുന്ന ആ ഒരു കിണറ്റിലേക്ക് തന്നെ തിരികെ പോവുകയുമാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.